ഗസയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 30 മാസത്തിനുള്ളിൽ വീട്. ഈജിപ്തിന്റെ ഗസ പുനർനിർമ്മാണ പദ്ധതി പറയുന്നത് അറബ് രാജ്യങ്ങൾ $53 ബില്യൺ ശേഖരിക്കും എന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാനിന് ബദലായി ഈജിപ്ത് കൊണ്ടുവന്ന പദ്ധതി ഇതാണ്. ആദ്യഘട്ടത്തിൽ $3 ബില്യൺ ചിലവ് വരുന്നത്. ആദ്യഘട്ടത്തിൽ പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ ടെക്നോക്രാറ്റ് കമ്മിറ്റി രൂപീകരിക്കും. 2 ലക്ഷം വീടുകൾ ഈ ഘട്ടത്തിൽ ഒഴിപ്പിച്ച് പുതുക്കി പണിയുകയും 60,000 വീടുകൾ പുതുതായി പണിയുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ $20 ബില്യൺ പ്ലാനാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 4 ലക്ഷം വീടുകൾ നിർമ്മിക്കും. ഈ ഘട്ടത്തിൽ വൈദ്യുതി, ടെലികോം, വെള്ളം, വേസ്റ്റ് നിർമ്മാർജ്ജനം തുടങ്ങിയ പദ്ധതികളും ഉണ്ടാവും. 30 മാസത്തിനുള്ളിൽ മുഴുവൻ ജനങ്ങൾക്കും വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കും. ഈ ഘട്ടത്തിൽ തന്നെ വ്യാവസായിക മേഖല, ഫിഷിംഗ് പോർട്ട്, വാണിജ്യ താവളങ്ങൾ, എയർപോർട്ട് തുടങ്ങിയവയും നിർമ്മിക്കുന്നതാണ്. മൂന്നാം ഘട്ടത്തിൽ ഭരണത്തിനായി സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി ഭരണകൂടമുണ്ടാവും. ഈ ഘട്ടത്തിൽ ഫണ്ട് മാനേജ്മെന്റ് കൗൺസിൽ രൂപീകരിച്ച് ഭരണകർത്താക്കളെ സപ്പോർട്ട് ചെയ്യും. ഗസയുടെ പുനർനിർമ്മാണം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് അല്ല. എന്നിരുന്നാലും സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കാതെ ശാശ്വത സമാധാനം ഉണ്ടാവില്ലെന്ന് അറബ് രാജ്യങ്ങൾ കരുതുന്നു. എന്നാൽ ഹമാസ് ഗസ പുനർനിർമ്മാണം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസും പറഞ്ഞിട്ടുണ്ട്. പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗസ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാൻ സമാധാന ദൗത്യ സംഘത്തെ അയക്കാൻ ജോർദാനും ഈജിപ്തും UN ആവശ്യപ്പെട്ടിട്ടുണ്ട്.